ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കുഴഞ്ഞു വീഴുകയും വേറൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. അത് അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ കുഴഞ്ഞു വീഴുകയും മരണത്തിലേക്ക് വരെ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ജിമ്മെന്ന് മാത്രമല്ല, ഷട്ടിൽ കളിക്കുന്നത്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ അത് ചെയ്തത് കൊണ്ടല്ല സംഭവിക്കുന്നത്. കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ്. ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അയാൾ കുറച്ച് ദിവസം നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൂടുതൽ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ ഹാർട്ടിന് അത് ബാധിക്കും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് ജിമ്മിൽ കളിച്ചതുകൊണ്ടോ ഫുട്ബോൾ കളിച്ചതുകൊണ്ടോ ഷട്ടിൽ കളിച്ചതുകൊണ്ടോ അല്ല മരിക്കുന്നത്. അതാണ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അത്രയും നാൾ അതാണ്. പിന്നെ ഇനിയിപ്പോൾ ഗ്യാപ്പില്ല, ഒരു ദിവസം വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് ഒരു ദിവസം അതിൻ്റെ തലേ ദിവസം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും. അത് വകവെക്കാതെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാറ്റ് കൂടിയിട്ടാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് അവൻ വന്നിട്ട് രാവിലെ ഇത് വർക്കൗട്ട് ചെയ്ത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് കുറച്ച് കൂടുതൽ ചെയ്യും. അപ്പോൾ എന്താ അത് ദോഷം. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നമ്മൾ യോഗ്യമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ രാവിലെ ഹാർട്ട് ബീറ്റും നമ്മളെ പൾസ് റേറ്റും നമ്മൾ നോക്കിയിട്ട് അത് നോർമലാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും.